ഇനി ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. അതായത് ഇവിടെ എന്താ പറഞ്ഞത്, ഒരു സബ്സെറ്റിൻ്റെ സ്പാൻ കാണുമ്പം ആ സബ്സെറ്റിലെ ഏതെങ്കിലും വെക്റ്റർ അതിൽ തന്നെയുള്ള മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ആ വെക്ടറിനെ അങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് സ്പാൻ കണ്ടാലും സ്പാനിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് അത്തരം വെക്ടേഴ്സ് ഒന്നും എസെൻഷ്യൽ അല്ല സ്പാൻ കാണുമ്പം. അതല്ലേ പറഞ്ഞ്. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഒരു സെറ്റെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ആ സെറ്റിൽ ഈ എസെൻഷ്യലായ വെക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ ആരും ഉണ്ടാവില്ല. അതായത് ഒരു സെറ്റ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു വെക്ടർ പോലും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കില്ല. ഇത് പോസിറ്റീവ് മനസ്സിലാക്കണ്ടോ. സോ എസെൻഷ്യലായ വെക്ടേഴ്സ് മാത്രമുള്ള സെറ്റാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഇനി അങ്ങനെ അല്ലാത്ത സെറ്റ് നമ്മളെന്ന് പറയും ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വെക്ടറെങ്കിലും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്പാൻ കാണുമ്പോൾ അതിനെ റിമൂവ് ചെയ്തിട്ടും സ്പാൻ കാണാം. അങ്ങനെയൊക്കെ വരും. ക്ലിയർ ആണല്ലോ. ഇത് പോസിറ്റീവ് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എന്താണെന്നും ഡിപ്പെൻഡൻറ്റ് സെറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് വീഡിയോ നിർത്താം.